പുല്ലാങ്കുഴലൂതി പുല്ലാങ്കുഴലൂതി പൂവാലി പശുക്കളെ പൂവാലി പശുക്കളെ പൂവാലി പശുക്കളെ പുല്ലാങ്കുഴലൂതി പൂവാലി പശുക്കളെ പുല്ലേറെ ഉള്ളിടത്ത്. എൻ്റെ സംഗീതം ഞാൻ പറഞ്ഞല്ലോ, അഭിനയ സംഗീതം, ഓവർ ആക്ഷൻ. എൻ്റെ പാട്ട് ഒരു വീഡിയോ കണ്ടാൽ ഓവർ ആക്ഷനാണ്. അതിന് അഭിനയിക്കുന്നത് എന്തിനാണ്? കാരണം നേരത്തെ പറഞ്ഞ പോലെയാണ്, 7 സ്വരത്തിനപ്പുറത്ത് വേറൊരു സ്വരം കണ്ടുപിടിക്കാൻ നമുക്ക് ആർക്കും സാധിച്ചിട്ടില്ല, ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പല കണ്ടുപിടുത്തങ്ങളും പല സ്ഥലത്തും നടത്തിയിട്ടുണ്ട്. സംഗീതത്തിൽ എന്തേ പറ്റാത്തേ? എന്നിട്ട് എന്തിനാ ഇങ്ങനെ കുറ്റം പറയണത്? ഈ 7 സ്വരം വെച്ചിട്ടുള്ള കളിയല്ലേ നമുക്കുള്ളൂ. അപ്പോൾ എനിക്കതാണ് ഇവരോടൊക്കെ പറയാനുള്ളത്. ആ 7 സ്വരത്തിൽ നിന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു മാറ്റം ചെയ്യാൻ പറ്റുന്നത് എന്നെക്കൊണ്ടാവുന്നത്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ്. എൻ്റെ സംഗീതം എനിക്ക് പൊൻകുഞ്ഞാണ്. അത് ഇഷ്ടപ്പെടുന്ന എൻ്റെ ചങ്കുകളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോ ആളുകളും. കണ്ണൻ ജി നാഥ കലാകാരനും കുടുംബവും, എൻ്റെ പ്രിയപ്പെട്ട ആകെ ഒരേ ഒരു ഭാര്യ സീമ കണ്ണൻ, എൻ്റെ പാറു, മകൻ ആകാശ് ആഞ്ജനേയൻ. ആകാശ് ഇപ്പോൾ സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സൊക്കെ കഴിഞ്ഞ് ചെന്നൈയിലായിരുന്നു ബ്ലൂ അക്കാഡമിയിൽ പ്രോഗ്രാമറൊക്കെ ആയിട്ട്, ഡ്രമ്മറായിട്ട്, പെർക്കഷനിസ്റ്റായിട്ടൊക്കെ ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കുന്നു. കലയുടെ മേഖലയിലൂടെ തന്നെയാണ് അവൻ്റെയും വളർച്ച. മകളിപ്പോൾ MA ഭരതനാട്യം കഴിഞ്ഞു മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഇപ്പോൾ നൃത്ത പരിപാടികളും നൃത്ത അധ്യാപികയുമായിട്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഏറ്റവും വലുത് ഞാനും എൻ്റെ കുടുംബവും തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ലോകത്തിൽ ഏത് ആർട്ടിസ്റ്റും ഏത് ജനവും. എന്നെ സംബന്ധിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇതിനും ഓർഡറുണ്ട്. ഞാൻ കഴിഞ്ഞ എൻ്റെ ഭാര്യ തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കണമെങ്കിലും മകൻ്റെ പേരേ പറയുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അല്ല. അപ്പോൾ കല്യാണത്തെ വെച്ച് നോക്കുമ്പോൾ നീ ആയിരിക്കില്ല ആദ്യം കെട്ടറത്. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ ഓർഡറുണ്ട്. നമ്മളിപ്പോൾ ഇപ്പോൾ ചീത്ത പറയുകയാണെങ്കിലും ഒരാളെ ചീത്ത പറയില്ല, 3 പേർക്കും ചീത്ത ഒരുമിച്ചേ കിട്ടുള്ളൂ. നമ്മൾ സീറോയിൽ നിന്ന് ചവിട്ടി കയറി വരുന്ന ആൾക്കാരാ. 2 പേരും കൂടെ കൊട്ടിയും പാടിയും തട്ടിയും ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നതൊക്കെ. ഈ പേരും പ്രശസ്തിയാണെങ്കിലും ഈ പറഞ്ഞ വീടാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടായത് ഞങ്ങൾ 2 പേരും ഒറ്റയ്ക്ക് സ്നേഹിച്ചും തല്ലുപിടിച്ചും കരഞ്ഞും ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് പല പല കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ തമ്മിൽ ഷെയർ ചെയ്തിട്ട് വേറൊരാൾ അതിൻ്റെ ഇടയിലില്ല. എൻ്റെ പഴഞ്ചൊൽ കൃതി അതാണ് സോഷ്യൽ മീഡിയയിൽ ആദ്യം വൈറലായിട്ടുള്ള, നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുള്ള ഒരു ഗാനം. പഴഞ്ചൊല്ലുകൾ മാത്രം കോർത്തിണക്കിക്കൊണ്ട്, സത്യം പറഞ്ഞാൽ അത് ഞാൻ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇടാൻ വേണ്ടി ചെയ്തതല്ല. അത് മിന്നുകെട്ടെന്ന് പറയുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു പണ്ട്. അതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഞാൻ മിന്നുകെട്ടിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ സജി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ആർട്ടിസ്റ്റുകളെല്ലാവരും, അതിൽ ഞാനും ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ അന്നത്തെ ഇപ്പോൾ വെറുപ്പിക്കുന്ന പോലെ തന്നെ അന്നും വെറുപ്പിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പാട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കും. അപ്പം അന്ന് ഞാൻ മാനിക്കാത്തിടം ചെല്ലരുത്, മാനം വിട്ട് ഉണ്ണരുത്, മാനിക്കാത്തിടം ചെല്ലരുത്, മാനം വിട്ട് ഉണ്ണരുത്, മലർന്നു കിടന്ന് തുപ്പരുത്, ഇരിക്കും കൊമ്പ് മുറിക്കരുത്, മലർന്നു കിടന്ന് തുപ്പരുത്, ഇരിക്കും കൊമ്പ് മുറിക്കരുത്. അങ്ങനെ നീണ്ടു പോകുന്ന ഒരു പഴഞ്ചൊല്ലുകൾ കുറേ കോർത്തിണക്കിയിട്ടുള്ള ആ മിന്നുകെട്ടെന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലാണ് ഞാനിട്ടത്. പിന്നെ എനിക്കൊരു മോഹം, അന്ന് ഫേസ്ബുക്ക് പേജില്ല, അക്കൗണ്ടാണുള്ളത്, അതിലേക്ക് ഇട്ടാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഫേസ്ബുക്കിലിട്ടു. അപ്പോൾ പാറും മക്കളൊക്കെ ചീത്ത പറഞ്ഞു, അച്ഛൻ എന്ത് വൃത്തികരാണത്, കോലം കണ്ടില്ലേ, പ്രാന്തൻ്റെ പോലെ ഇരിക്കുന്നു. അപ്പോൾ എനിക്കും കുഴപ്പം തോന്നി. ശരിയാണല്ലോ, ഇനിയിപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു.
പക്ഷേ അന്ന് രാത്രി മുതൽ എനിക്ക് കിടക്കപ്രതി ഇല്ലാണ്ടായി. ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് ഒത്തിരി പരിചയമുള്ളവർ വിളിച്ച്, അവരെ വിളിച്ച് പലരും ചോദിച്ച് ഇത് ഇന്ന ആളെന്ന് പറഞ്ഞ കണ്ണഞ്ചി ഓസ്ട്രേലിയയിൽ നിന്നും പുറത്തുനിന്നാണ് കൂടുതൽ കോളുകൾ പാതിരാത്രി വന്നത്. അവർക്ക് അവിടെ പകലാണ്. ഇങ്ങനെ ഒരു പ്രാന്തനെ കുറിച്ച് അറിഞ്ഞിട്ട് ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് കൊട്ടി പാടിയിട്ടുള്ള പാട്ട് അത് ആകാശ് തന്നെ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ അതിന് ഞാൻ ഇടയ്ക്ക് കൊട്ടി പാടി. അത് ആകാശിൻ്റെ അന്ന് നമ്മൾ വില കൊടുത്ത് മേടിച്ച ഉപകരണങ്ങളല്ല, അവൻ ഇതിൽ നിന്ന് തന്നെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് റെക്കോർഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ ഉണ്ടാക്കി അച്ഛന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പാട്ടൊക്കെ. പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലയാണോ, പ്രപഞ്ചശില്പികളെ പറയൂ പ്രഭാതമകലയാണോ, പ്രവാചകന്മാരെ പറയൂ പ്രഭാതം അകലയാണോ. അക്ഷരങ്ങൾ തെറ്റെങ്കിൽ ക്ഷമിക്കുക, ഞാൻ പുസ്തകം തെറ്റില്ല. അപ്പോൾ ഈ പാട്ടാണ് പിന്നീട് വൈറലായത്. അപ്പോൾ പ്രിയപ്പെട്ട സുരേഷ് ക്യാമറമാൻ പറഞ്ഞു, കണ്ണേട്ട 4 പേരും കൂടി ഒരു പാട്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പാട്ടുകൾ വൈറലായിട്ടുണ്ട് 4 പേരും. അത് നമ്മൾ സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് അമൃതവർഷ ഒരു ഗാനം ആലപിക്കുന്നതാണ്. അമൃതവർഷയുടെയും ഫീൽഡ് പാട്ടല്ല, നൃത്തം പഠിപ്പിക്കുമ്പോഴുള്ള പാട്ടുകളുണ്ട്. പിന്നെ ഒത്തിരി വൈറലായിട്ടുള്ള ഒരു വരി ഏതാണ്? 4 വരി ഒന്ന് പാടും. അല്ലെന്ന് പറയും പലകാരം അല്ലെന്ന് പറയും. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അമൃതവർഷ പാട്ട് പാടുന്നു. ഇതെൻ്റെ അച്ഛൻ പറവൂർ ഗോപിനാഥ്. അദ്ദേഹം കഥാപ്രസംഗം പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ പരസ്യത്തിനൊക്കെ വേണ്ടി എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ഈ ഒരു ചിരി തന്നെയാണ് കണ്ണഞ്ചിനാഥ് കലാകാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ആ ഒരു ചിരി, പണ്ടത്തെ ഒരു മീശ, പിന്നെ കിളിക്കൂട്. അച്ഛന് പണ്ടത്തെ ആളുകൾക്കൊക്കെ കിളിക്കൂട് ഉണ്ടായിരുന്നല്ലോ. സത്യൻ മാസ്റ്ററുടെ സിനിമാ കാലഘട്ടത്തിലൊക്കെ ഉള്ള ആ ഒരു രീതിയാണ് എൻ്റെ പൊന്ന് അച്ഛനുള്ളത്. ഇത് പാറുവിൻ്റെ അച്ഛനും അമ്മയും. ആണേലിൽ മാധവ മേനോൻ, സരള ടീച്ചറായിരുന്നു അമ്മ. അച്ഛൻ കസ്റ്റംസിലെ വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അച്ഛൻ അവരുടെ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചപ്പെട്ടു. ഇതാണ് കഥാപ്രസംഗം. ഇതാണ് പറവൂർ ഗോപിനാഥിൻ്റെ കഥാപ്രസംഗത്തിൻ്റെ ആ ഒരു ടീം. അവർ അന്നൊക്കെ ഈ ഹോട്ടലുകളിലൊക്കെ കാഥികൻ പറവൂർ ഗോപിനാഥ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരസ്യം വയ്ക്കുമായിരുന്നു. ആ ഒരു പരസ്യം കണ്ടിട്ടാണ് നമ്മൾ കഥാപ്രസംഗത്തിനൊക്കെ വിളിക്കുന്നത്. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ബോർഡ് വയ്ക്കുമ്പോൾ അതിന് നമ്പർ ഉണ്ടാവും. കാറിന് കഥാപ്രസംഗത്തിന് മുമ്പ് കാറിൻ്റെ പുറകിലും മുമ്പിലും ബോർഡ് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. തീർച്ചയായും ഞാൻ കഥാപ്രസംഗം അച്ഛൻ്റെതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ആദ്യത്തെ കഥാപ്രസംഗം ഊഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് പുത്തമ്പേലിക്കൊരു ജോർജ് സാർ എഴുതിയതാണ്. പിന്നെ ഞാൻ ഒത്തിരി കലോത്സവങ്ങൾക്ക് കഥ പറഞ്ഞിട്ടുള്ളത് പറവൂർ സുകുമാരൻ മാസ്റ്റർ എഴുതിയിട്ടുള്ള, അത് കടാമംഗലം സാന്തൻ സാർ പഠിപ്പിച്ചിട്ടുള്ള അവതരിപ്പിക്കുന്നു ആദിമഹാകവി അനശ്വരമാക്കിയ അതുലകഥ. അവതരിപ്പിക്കുന്നു ആദിമഹാകവി അനശ്വരമാക്കിയ അതുലകഥ. അപരാധങ്ങൾ ചെയ്തിടാത്തൊരു അബലക്കേറ്റ ദുരന്തകഥ ഞാൻ അവതരിപ്പിക്കുന്നു. ആദി മഹാകവി വാൽമീകി മഹർഷിയുടെ അനശ്വര പ്രതിഭയിൽ നിന്നും രൂപം കൊണ്ടതാണ് അഹല്യ. അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിനു വേണ്ടി അനേകായിരം കൊല്ലം ദുഃഖത്തിൻ്റെ ഖനീഭൂതമായ ശാപശിലയായി കിടക്കേണ്ടി വന്ന ഒരു സ്ത്രീ.
ഇന്നും അഹല്യമാരുണ്ട്, അല്ലെങ്കിൽ അഹല്യമാരായി തീരാൻ സാഹചര്യമുള്ളവരുണ്ട്. പക്ഷെ ശപിക്കാൻ പറ്റിയ ഒരു ഗൗതമനോ മോക്ഷം നൽകാൻ പറ്റിയ ഒരു ശ്രീരാമനോ ഇന്നില്ല. ഇന്നതുപോലെ ശപിക്കാൻ പറ്റിയ ഭർത്താക്കന്മാരുണ്ടായിരുന്നെങ്കിൽ സർവേക്കല്ല് കണക്ക്, റോഡ് നീല, മീറ്റർ കുറ്റി കണക്ക് എത്ര അഹല്യമാരും ഉണ്ടായിരിക്കുന്നത് ഞാൻ പറയുന്നില്ല. ഭാഗ്യത്തിന് ഇന്നത്തെ ഭർത്താക്കന്മാർക്ക് അതിനുള്ള കെൽപ്പില്ലാതെ പോയി. അതുകൊണ്ട് കാലിൽ കല്ല് തട്ടാതെ വഴിയെ നടക്കാം. പക്ഷേ പണ്ടത്തെ അഹല്യ പരിശുദ്ധയായിരുന്നു. സർവജന സമാരാധ്യൻ, സകല ശാസ്ത്ര പണ്ഡിതൻ, സന്യാസി പര്യൻ, ഗൗതമൻ്റെ ധർമ്മപത്നി. നീതിസാരക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കാര്യേഷു മന്ത്രി, കരണേഷു ദാസി, രൂപേഷു ലക്ഷ്മി, ക്ഷമയാ ധരിത്രീ, സ്നേഹേഷു മാത, ശയനേഷു വേശ്യ. അങ്ങനെ ഷഡ് കർമ്മങ്ങൾ കൊണ്ടും ഉത്തമ വധൂരത്നം. അത്രയും മതി. ഇനി ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വന്ന് കഥാപ്രസംഗം പറയാം. ഓക്കെ ഓക്കെ.